എന്തോ എല്ലാ തവണയും റൗണ്ടിന് വരുന്നു, അടിപൊളിയായിട്ട് പാടുന്നു, പ്രത്യേകിച്ച് ഒരു ടെൻഷനും ഇല്ല. അങ്ങനെ ഒരാളെ തന്നെ കിട്ടാനൊരു ഭാഗ്യം വേണേ, അല്ലേ? അപ്പൊ ഇന്ന് എല്ലാവരുടെയും മനസ്സിൽ ഇഷ്ടമുള്ള പാട്ടുകൾ പാടാനുള്ള ഒരു റൗണ്ട് കൊടുത്തിരിക്കുകയാണ്. ഇഷൽ ഹബീബി, പറയൂ എന്റെ ഹബീബി, ഏത് പാട്ടാ സെലക്ട് ചെയ്തിട്ടുള്ളത്? ഞാനിന്ന് പാടാൻ പോകുന്നത് ബാപ്പു വെള്ളിപ്പറമ്പ് സാറ് രചിച്ച് കോഴിക്കോട് അബൂബക്കർ സാറ് സംഗീതം ചെയ്ത അഖിലങ്ങൾക്കുടയവനല്ല എന്ന് പറയുന്ന പാട്ടാണ്. അപ്പൊ നന്നായിട്ട് പ്രസന്റ് ചെയ്യണം കേട്ടോ. നാഫ്ന പിന്നെ അതിലൊരു മിക്കപ്പോഴും അങ്ങനെയുള്ള പാട്ടുകൾ കൊണ്ടുവന്ന ഒരു സ്പെഷ്യലിസ്റ്റ് ആയിട്ട് മാറി. പിന്നെ എനിക്ക് ഒരു ടെൻഷനും ഇല്ല, അടിപൊളിയായിട്ട് പാടും കേട്ടോ. താങ്ക് യു. പാടിടട്ടെ ഇന്നും
ഹഫ്ന, എന്തോ നമ്മളിപ്പോൾ ഒരു ചലഞ്ച് റൗണ്ട് കൊടുത്താലും എന്തായാലും അതൊരു ചലഞ്ചിങ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെ നമ്മളിവിടെ ചെയ്യണം. ഇതിപ്പോൾ ഇവർക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്ന, ഇവർക്ക് തന്നെ പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു ചോയ്സ് ഉള്ള ഒരു റൗണ്ടാണ്. അതായത് നമ്മൾ ഇഷൽ ഹബീബി എന്നാണ് ഈ റൗണ്ടിന് പേരിട്ടിരിക്കുന്നത്. അവിടെയും സിമ്പിളായ ഒരു പരിപാടിക്ക് ഹഫ്ന റെഡിയല്ല. ഹഫ്ന വരുമ്പോൾ എന്തായാലും ഇങ്ങനെയുള്ള കുറച്ച് മറ്റുള്ളവർക്ക് ചലഞ്ചായിട്ടുള്ള പാട്ടുകളൊക്കെ ആയിട്ടാണ് മിക്കപ്പോഴും ഹഫ്ന വരാറുള്ളത്. അത് ഇപ്പൊ പാട്ടെങ്ങനെ അവതരിപ്പിച്ചു എന്നുള്ളത് നമുക്ക് ജഡ്ജസിനോട് ചോദിക്കാം. അൻവർക്ക. ഹഫ്ന, ഓ മകളെ ഉഗ്രനായിട്ട് പാടി. താങ്ക് യു. പ്രായം 2:20 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40. ആ, കറക്റ്റ്. അപ്പം അർത്ഥം പഠിച്ച് തന്നെയാണ് അവൾ പാടിയത്. ഞാൻ വിചാരിച്ച് വെറുതെ ഒന്ന് പാടിയെന്ന്. അർത്ഥം പഠിച്ച് തന്നെയാണ് പാടിയത്. പ്രവാചകന് നുബുവത്ത് കിട്ടിയ വയസ്സ് അല്ലേ? അതൊക്കെ ഇതിൽ പറഞ്ഞു. ഞാൻ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാ. നീ അർത്ഥം അറിഞ്ഞ് തന്നെയാണ് പഠിച്ചത്. അതിൽ ആദ്യം ഒരു ക്ലാപ്പ്. താങ്ക് യു. ഇത് പ്രവാചകനെ കുറിച്ചുള്ള ഒരു പ്രവാചക പ്രേമം, പ്രവാചക സ്നേഹം എന്ന് പറയാവുന്ന ഒരു സുന്ദരമായ ഒരു രചനയും സംഗീതവും. ഇതും നമ്മൾ ഔക്കാക്കൻ്റെ മ്യൂസിക്കാണ്. പക്ഷേ നീ അതിലൊക്കെ ഈ സംഗതികളൊക്കെ വളരെ ഭംഗിയായിട്ട് അടുക്കി പറക്കി വെച്ച് പാടിയിട്ടുണ്ട് മക്കള്. താങ്ക് യു. കലക്കിയിട്ടുണ്ട്. നന്നായിട്ട്. താങ്ക് യു അൻവർക്ക. ഷബ്നം. ഹഫ്ന, എന്തോ ഇത്താ? എനിക്ക് തോന്നുന്നു ഹഫ്ന ഇങ്ങനത്തെ ഈ ഒരു ടൈപ്പ് ഓഫ് സോങ്സിലൊരു എക്സ്പേർട്ടൈസ്ഡ് ഹാൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു എക്സ്പേർട്ടാണ്. എന്തെങ്കിലുമൊക്കെ പിന്നെ ഇപ്പോൾ കുട്ടികൾക്ക് ഡൗട്ട്സ്, വേറെ കുട്ടികൾക്കൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇങ്ങനത്തെ സോങ്സിലുണ്ടെങ്കിൽ ഹഫ്നയ്ക്ക് അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു ലെവലിൽ ഹഫ്ന എത്തി. ഓക്കെ, കാര്യം ഒരു നിഷ്പ്രയാസം പാടുവാണ്. ഇങ്ങനത്തെ ഒരു സോങ്സ് വന്നു കഴിഞ്ഞാൽ ഹഫ്നയ്ക്ക് അത് ഏത് സോങ്സും ഓക്കെ ആണ്. എന്നാലും ഇങ്ങനത്തെ സോങ്സ് കുറച്ചും കൂടെ ഹാൻഡിയാണ് മോൾക്ക്. നന്നായിട്ട് പാടി, വളരെ മനോഹരമായിട്ട് പാടി. താങ്ക് യു. ആൻഡ് ഞങ്ങളിപ്പോൾ വിചാരിക്കുന്നത് ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് സോങ്സ് സെലക്ട് ചെയ്ത് തരുന്നതായിരിക്കും നല്ലത്. കാര്യം നിങ്ങളെ സോങ് സെലക്ഷൻ ഏൽപ്പിച്ചാൽ ഞങ്ങൾക്ക് പണിയാണ്. സോ അതുകൊണ്ട് ഞങ്ങൾ സെലക്ട് ചെയ്ത് തന്നിട്ട് അപ്പം നിങ്ങളെങ്ങനെ പാടും നമുക്ക് അല്ലേ? അപ്പം നിങ്ങൾക്ക് പണിയാവും. ഓക്കെ, അതായിരിക്കും ഇനി നല്ലത്. കാര്യം എല്ലാവരും ഒരു എന്താ പറയുക, നല്ലൊരു റേഞ്ചിലേക്ക് എത്തി എന്ന് പറയാം കുട്ടികൾ തന്നെ. ഒരുപാട് സന്തോഷമുണ്ട്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗാനം അടിപൊളിയായിട്ട് പാടി.